സ്കൂൾ ക്യാമ്പസ് പൂർണ്ണമായും ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയ്ക്കുള്ളിലായി. കരുതലിന്റെ ചങ്ങല കരുത്തുറ്റ കല്ലാറിനെന്ന ആപ്തിവാക്യത്തോടുകൂടി സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. അക്കാഡമിക് കാര്യങ്ങൾക്ക് പുറത്ത് ഞങ്ങൾ ലഹരിക്കെതിരെയും മറ്റ് സാമൂഹികമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെയും വളരെ കരുതലോടെയും സുരക്ഷായുതമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ ഏതൊരു കാര്യത്തിനും ഇനി ഞങ്ങളുടെ സ്കൂൾ മുന്നേറുന്നതായിരിക്കും. പട്ടം പ്രദേശത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുമെന്ന് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. ഈ സ്കൂളിന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആ ആഘോഷ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി സ്കൂളും കാണുന്നത് ലഹരിക്കെതിരായ വിപുലമായ ക്യാമ്പയിനാണ്. ആ ലഹരിക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് സ്കൂളിലെ 2000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഈ നാട്ടിലെ പൊതുജനങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പട്ടം കോളനിയുടെ സ്ഥിരാകേന്ദ്രമായ മുണ്ടിരുമയിൽ വലിയൊരു മനുഷ്യച്ചങ്ങല അണിനിരന്നിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം MLA MM മണി നിർവഹിച്ചു. മാതൃഭൂമി ന്യൂസ്, കുമളി. അപ്പോൾ നിതിൻ തോമസ് പറയും കൂടുതൽ കഥ. നിതിൻ, നല്ല കാര്യമാണല്ലേ ഒരു സ്കൂൾ അങ്ങനെ ശ്രമം നടത്തുന്നു, അതിന് നാട്ടുകാരുടെയൊക്കെ വലിയ പിന്തുണ കിട്ടുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിപത്ത് നമുക്കറിയാം ലഹരി തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ കൂട്ടായ പരിശ്രമമായി അല്ലേ, ഒരു നാടിൻ്റെ മുഴുവൻ പോരാട്ടമായി മാറും അല്ലേ? ലഹരിക്കായി നാം എന്തൊരു ചുവട് മുന്നോട്ട് വെച്ചാലും അത് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഈ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിപത്താണ് ലഹരി എന്നുള്ളത്. അപ്പം നമ്മൾ തന്നെ ഈ തത്സമയ റിപ്പോർട്ടിലൂടെ പല പ്രാവശ്യം ലഹരിക്കെതിരെ നടത്തുന്ന പലതരം ക്യാമ്പയിനുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു ക്യാമ്പയിനാണ് ഇടുക്കി കല്ലാറിലെ സ്കൂളും മുന്നോട്ട് വെക്കുന്നത്. അവർ ഇപ്പോൾ സ്കൂൾ ആരംഭിച്ച് 70 വർഷമായിരിക്കുന്നു. അപ്പോൾ അവരുടെ ആ 70ാം വാർഷികാഘോഷം അവർ ഒരു വർഷത്തെ ആഘോഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തെ ക്യാമ്പയിനായിട്ട് അവർ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു വർഷത്തെ ക്യാമ്പയിൻ്റെ ഒരു മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം അവർ സ്കൂളിന് ചുറ്റും മനുഷ്യച്ചങ്ങല തീർത്തു. ആ മനുഷ്യച്ചങ്ങലയുടെ ഒരു ആപ്തവാക്യം തന്നെ അതായിരുന്നു, ലഹരിക്കെതിരെ പോരാടുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ലഹരിക്കെതിരെ പോരാടാനായിട്ട് സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ ആ പ്രദേശവാസികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വലിയൊരു മനുഷ്യച്ചങ്ങല തീർത്തു. ആ മനുഷ്യച്ചങ്ങലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് പങ്കെടുത്തത്. അതുപോലെ തന്നെ ഇനി ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനിലൂടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പട്ടം എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്തെ പ്രദേശവാസികളെ പൂർണ്ണമായിട്ടും ലഹരി വിമുക്തരാക്കുക എന്നുള്ളതാണ് ഈ സ്കൂള് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ട് ഇനി അവർ മുന്നോട്ട് പ്രവർത്തിക്കും, ഓരോ ക്യാമ്പയിനുകൾ നടത്തും. ഈ ഒരു വർഷക്കാലയളവ് കൊണ്ടിട്ട് ആ ഒരു പ്രദേശത്തിനെ പൂർണ്ണമായിട്ടും ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പരിപാടികളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് സ്കൂളിനെ കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, പ്രത്യേകിച്ച് ഒരു സ്കൂളിന് ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിച്ച് പുറത്തേക്ക് വിടുക എന്നതിലുപരി ഒരു നാടിന് വേണ്ടിയിട്ട്, ഒരു നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് ഒരു സ്കൂൾ അങ്ങനെ ഒരു തുടക്കം കുറിക്കുന്നു, അതിന് ജനങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകുന്നു, എല്ലാവരുടെയും സഹകരണം അതിനുണ്ടാകുക. എനിക്ക് തോന്നുന്നു മറ്റു സ്കൂളുകൾക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു ഉദ്യമം തന്നെയാണ് കല്ലാറിലെ ഈ സ്കൂൾ കൊണ്ടു നടക്കുന്നത്. എന്തായാലും എല്ലാ ഭാവങ്ങളും അടുത്ത അധ്യാപകർക്കും കുട്ടികൾക്കും ആ നാട്ടുകാർക്കുമൊക്കെ അവരുടെ ലക്ഷ്യം വേഗത്തിൽ നിറവേറട്ടെ. അപ്പോൾ